മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം. ഹദീസുകൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല. ഇത് മിത്തുകളിലോ ലെജൻഡുകളിലോ ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കാരുണ്യമായി നൽകിയ പുണ്യ റസൂൽ, മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും തതായുറുസ് സുഹഫ്, മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകളാണ് 21-ാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ഡിഷുകളെയും പ്രതിപാദിക്കുന്നത് അതേ നാവുകൊണ്ട്. മുഅ്മിൻ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത്, കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിൽ അദാബ് എന്ന് പറഞ്ഞത്, തമാശയല്ല മഹ്ശറ എന്ന് പറയുന്നത്, തമാശയല്ല ഹിസാബും മീസാനും, തമാശയല്ല അല്ലാഹുവിന്റെ നരകവും സ്വർഗവും. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ എല്ലാം വൽ മീസാനു ഹഖ്ഖുൻ, ഇതെല്ലാം ഹഖാണെന്ന് ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ? കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ്, എന്തൊക്കെയോ റാൻഡം പ്രൊഫസീസ്, പ്രവചനങ്ങൾ പറഞ്ഞു പോയ നബിയാണെന്ന് മഅദല്ലാഹ് എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ട് വരുന്നത് 1400 കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു 100 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ, ഇത് ലോകത്തിന്റെ സട്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? മദ്യപിക്കപ്പെടുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഇത്രയുള്ള വിഷയം. ഏതൊരു ശരീരമാണോ, ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത്, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത്, ഹറാമിൽ നിന്ന് തഗ്ദിയത്ത് ലഭിച്ചത്, ഏത് തടിക്കാണോ, ഏത് മാംസത്തിനാണോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ. ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫന്നാർ, നരകമാണ്, കത്തിയാളുന്ന തീയാണ്. ആ തടിക്ക് പോകാൻ പറ്റുന്ന ഇടം അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആൽക്കഹോൾ 0.00 സംതിങ് ഉള്ള ബീർ കുടിക്കുന്ന മുസ്ലിമെ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ്. ഇതല്ലേ ഫിഖ്ഹിന്റെ മസ്അല. ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്ത് വരുമോ, അത് കുറച്ചു കുടിക്കലും ഹറാമല്ലേ? മദ്യപിക്കാത്തവരെവിടെ കിട്ടുന്നു? മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ? ന്യൂ ഇയർ ആഘോഷം വരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ? വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പിള ഇറങ്ങുന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നാമം ചൊല്ലി സവ്വജ്തുക വ അൻകഹതുക, അല്ലാഹു പറഞ്ഞ പോലെ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലാഹു പറഞ്ഞ പോലെ എൻ്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും സ്വലാത്തും ഹംദും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ണ് കാണുന്നില്ലേ? ചെവി നിനക്ക് കേൾക്കുന്നില്ലേ? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ 2 കാലും, പിടിക്കാൻ 2 കൈകളും, കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്ന് പറയാ?
6 ഡൈമെൻഷൻ എന്നോ 10 ഡൈമെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ, വഅലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, 2 ചുണ്ടും നാവും 2 കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ. അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിന്, തലച്ചോറ്, ഇതെല്ലാം അല്ലാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നാളെ എൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത്. ഫഹസിബതും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെയൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ച് തിന്ന് മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ nothing going to happen, അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അല്ലാഹു ഈ തലച്ചോറ് തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ല കേട്ടോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തിരിച്ചു വരില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്. തിരിച്ചു വരാനിരിക്കുകയാണ്. എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം, എൻ്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്. 60 വയസ്സായൊരു മനുഷ്യനെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു പോയി, എത്ര വയസ്സായി? 60 ആയിട്ടുണ്ട്. 60 വയസ്സായി. 60 അപ്പോ ഖദ് കുൻത തംശി ഇലാ അജലില്ലാഹി മിൻ 60 ആമൻ, 60 കൊല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നോ? 60 വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നോ? ആള് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 60 വയസ്സായ ആളെ കണ്ടപ്പോ അല്ലാഹുവിൻ്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിഹും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാഇയുമായിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 60 കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ. അത് കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി. എന്ത് പറഞ്ഞു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പേടിക്കുന്ന വല്ലതും വരുമ്പോഴങ്ങനെ പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് അങ്ങ് ചോദിച്ചു, അല്ല 60 വയസ്സായ മനുഷ്യ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതദ്രി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹ്, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അറിയും. അന ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജി, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അതറിയില്ലേ? ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അതല്ല എൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, വി ഓൾ ബിലോങ് ടു അല്ലാഹ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആൻഡ് ടു ഹിം വി ഹാവ് ടു റിട്ടേൺ. അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹിൻ്റെ അടിമയാണ്. ഫുളൈൽ ഇയാൾ നിങ്ങൾ ചോദിച്ചു, അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ? തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ. ഉടമസ്ഥൻ പറയും കളക്ക്, ചോദിക്കാൻ പാടില്ല, എന്തിനാ ഞാൻ ഈ കളക്കണത്, നീ കളത്തേക്കണം, നിൻ്റെ ജോലി അതാണ്, ചോദിക്കാൻ പാടില്ല. അതാണ് അബ്ദ്. അള്ളാഹിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല. യജമാനൻ പറഞ്ഞു, നീ പോയിട്ട് 4 കൊട്ട മണ്ണ് കൊണ്ടുപോവാ. എങ്ങോട്ടാ മുതലാളി 4 കൊട്ട മണ്ണ് കൊണ്ടുവരേണ്ടത്? ചോദിക്കാൻ പാടില്ല, നീ കൊണ്ടുവന്നാൽ മതി. നോ ക്വസ്റ്റ്യൻ, ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ? നമുക്ക് തിരിഞ്ഞു അല്ലേ? എന്തെങ്കിലും നോമ്പ് നോച്ചാൽ തടിക്ക് നല്ലത്, എന്നാൽ പിന്നെ നോമ്പായിക്കോട്ടെ. ആരോ പറഞ്ഞു യോഗയെക്കാളും നല്ല സുബഹിസ്കാരമല്ല, എന്നാൽ പിന്നെ നിസ്കാരം. ഇതൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടത്. ഇതൊക്കെ നിന്റെ കോപ്രായത്തരങ്ങളാ. ഇതൊന്നല്ല തഅബ്ബുദ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എൻ്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു, സമഅൻ വ ത്വാഅ, പടച്ചവനെ നീ പറഞ്ഞു, ഞാൻ കേട്ടു റബ്ബേ, ഞാൻ നിസ്കരിക്കാൻ. നോമ്പ് നോൽക്കാൻ പറഞ്ഞു, തടിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാതിരിക്കും, ഇതൊന്നും എനിക്ക് വിഷയം. എൻ്റെ റബ്ബനോട് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസും, ഞാൻ നോൽക്കാൻ. അള്ളാഹ് പറഞ്ഞു സക്കാത്ത് കൊടുക്ക്, ഞാൻ കൊടുക്കാൻ. അള്ളാഹു പറഞ്ഞു ഹജ്ജ് ചെയ്യ്. എന്താണതൊക്കെ? എന്താണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ? തവാഫ് ചെയ്യാണ്, കഅബന്റെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുക. ഹിന്ദുക്കൾ പറയും ഞങ്ങളത് കോപ്പിടിച്ചത്. നല്ലല്ല സഹോദര, നിങ്ങളതല്ല കോപ്പിടിച്ചത്. നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഹജ്ജ ആദമു 40 മറ, 40 പ്രാവശ്യം ഹജ്ജ് ചെയ്ത മഹാനായ ആദം നബി അലൈഹിസ്സലാം സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ പിതാവ്. അതൊക്കെ കഴിഞ്ഞിട്ടല്ല ഇപ്പൊ നിങ്ങളെ മതം ഉണ്ടായത്. അന്നേ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് നിങ്ങൾ ഒപ്പിടിച്ചു എന്ന് പറ. ഇബാദത്ത് ചെയ്യ. എന്തിനാ ഞാൻ ഈ കഅബന്റെ ചുറ്റും നടക്കണത്? കഅബ എന്റെ യസാറിൽ, എന്റെ ഇടത്ത്. ഞാൻ കഅബ എന്തിനാണ് ഈ 7? എന്തിനാണ് ഈ കറക്കം? അല്ലാഹ് പറഞ്ഞു ചെയ്യാൻ, ഞാൻ ചെയ്യാൻ അല്ലേ? ഇതാണ് തഅബ്ബുദ്, ഇതാണ് ഇബാദ, ഇതാണ് ഇബാദത്ത്.
സഫാ മർവന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു. ഉമ്മുനാ ഹാജർ റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ 7 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിനെന്താ പടച്ചോനെ, ഞാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിക്കല്ലേ, ചോദിക്കാൻ പാടില്ല, നടന്നേക്കണം. അള്ളാന്റെ കൽപ്പനയാണ്, ഞാൻ നടക്കണം പടച്ചോനെ. അറഫയിലേക്ക് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം, കല്ലെറിയണം. എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത്? അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം എറിഞ്ഞില്ലേ, ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ടോ? ചോദിക്കല്ലേ. സംഅൻ വതഅതൻ, കേട്ടു പടച്ചവനെ അനുസരിച്ചു അല്ലാഹ്. ഇതാണ് അബ്ദ്. അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസയുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാതവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല. എന്തേന്നറിയോ? നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞ് ചെയ്തേക്കാം, നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം, സക്കാത്ത് കൊടുക്കാൻ നല്ലതല്ല, ചാരിറ്റി പ്രവർത്തനം. ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല. എന്തിനാ ഞാൻ ചെയ്യുന്നത്? അള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ അല്ല. അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു. അല്ലേ, അത്ഭുതല്ലേ അത്? അത് നിനക്ക് തിരിഞ്ഞോ? എന്തിനാ വ്യഭിചരിക്കെന്ന് പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞത് മോശമാണ്. മതി പടച്ചോനെ, മോശമാണ്. വ്യഭിചാരത്തിൽ മക്കളുണ്ടായിപ്പോകും, ജാരസന്ധതികൾ ഉണ്ടാകും, അതൊക്കെ നീ ഉണ്ടാക്കിയ കാരണമാണ്. അള്ളാഹ് അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റൂല്ലേ എന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ്. ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു, ചിലത് പറഞ്ഞെന്നില്ല. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറയണം നബിയേ. അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത്, വലിയവരെ നോക്കരുത്, പറഞ്ഞു കൊടുക്കണം. എന്തിന്? അള്ളാഹ് പറഞ്ഞു, ഞാൻ കണ്ണു ചിമ്മാണ്. മതി. അനലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജി, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ വ അന്നക ഇലൈഹി റാജി ഫഅലം അന്നക മൗഖൂഫുൻ ബൈന യദൈഹി. അള്ളാന്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, നീയല്ലല്ലോ നിന്നെ പഠിച്ചത്, നിന്നെ പഠിച്ച നീയാണോ? അല്ല. നിന്റെ ഈ ചേലും കോലം ഹൈറ്റും വെയിറ്റും ഒക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹ്ക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ചോൻ എന്നെ ഈ കോലത്തിലാക്കിത്താ? നല്ലല്ല. ലായി ഹയാത്ത് ആയേ ഖസാ ലേ ചലി ചലേ അപ്നി ഖുശി സേ ആയേ ന അപ്നി ഖുശി ചലേ. ആരും വിളിച്ചപ്പോൾ വന്നതല്ല, അള്ളാന്റെ ഖലാ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ ഖലാ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത്, ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട്, അവനാണ് മാലിക്കുൽ മുൽക്കായ അല്ലാഹ്.